ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയാണ്. ഈ ദിവസത്തിന് ഇന്നൊരു വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസമാണ്. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടി നിനക്ക് തരികയാണ്. ഈ ഈശോ നിൻ്റെ ജീവിതത്തിൽ ഇന്ന് ശക്തമായിട്ട് ഇടപെടട്ടെ. ഈശോ അന്ത്യ അത്താഴവേളയിൽ വെച്ച് തൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണപാനീയങ്ങളായി തന്നു. പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. നമ്മിലേക്ക് അലിഞ്ഞു ചേരുവാനായിട്ട്, നമ്മൾ വന്ന് നിലനിൽക്കുവാനായിട്ട് ഈശോ ഈ രൂപത്തിലേക്ക് കടന്നു വന്നു. ഈശോയുടെ വലിയ സ്നേഹത്തെ നമ്മൾ ഓർക്കുക. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 56-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഈശോ തൻ്റെ ശരീരത്തെ ഭക്ഷണമായി നൽകിയതിന് ശേഷം ഈശോ പറയുകയാണ്, ആരൊക്കെ ഈ ശരീരം ഭക്ഷിക്കുന്നോ, ആരൊക്കെ ഈ രക്തം പാനം ചെയ്യുന്നോ, അവർക്കുള്ള വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ആ വ്യക്തി എന്നിൽ വസിക്കുന്നു, ഞാൻ അവനിൽ വസിക്കുന്നു, ഞങ്ങൾ ഒന്നായിത്തീരുന്നു. ബോധപൂർവം താല്പര്യത്തോടുകൂടി ഈശോയുടെ ശരീരത്തെ രക്തത്തെ നീ സ്വീകരിക്കുമ്പോൾ ഈശോയുമായിട്ട് ഒന്നായിത്തീരുന്നു എന്ന്. എത്ര വലിയൊരു സൗഭാഗ്യമാ പ്രിയ സഹോദര സഹോദരി ഈശോ നിൻ്റെ മുമ്പിലേക്ക് വച്ചു നീട്ടുക. ഈ സൗഭാഗ്യത്തെക്കുറിച്ച് ഈ തിരുനാൾ ദിവസം നീ ഒന്ന് ചിന്തിക്കണം. ഒപ്പം ദിവ്യകാരുണ്യത്തോടുള്ള നിൻ്റെ ഭക്തി വർദ്ധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ കൂപ്പും. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പരിശുദ്ധ കുർബാനയുള്ള നിന്റെ നിറസാന്നിധ്യത്തെ ധ്യാനിക്കുവാനും നിന്നോട് ഒന്നായി ചേരുവാനുമായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിന് വേണ്ട കൃപകളും നന്മകളും എല്ലാം നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.